ശ്രീമൽ ഭാഗവതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള കഥകള് അങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കഥകളും എല്ലാ കഥകളെക്കാളും മധുരം 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 മധുരാധിപതേരഖിലം മധുരം എന്ന് വില്വമംഗലം സ്വാമിയാര് നമുക്കിതിന്റെ അർത്ഥം ചുരുക്കത്തിൽ പറഞ്ഞു തന്നു. എല്ലാ അവതാരം പോലെയല്ല കൃഷ്ണാവതാരം, അത് മധുരം വളരെയധികം കൂടിയതാണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ്. അതുപോലെയാണ് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ വേദവ്യാസൻ ഭാഗവതത്തില് ദശമം കഥ പറഞ്ഞുള്ളൂ. ബാക്കി 9 സ്കന്ധവും കഴിഞ്ഞപ്പോഴാണ് എല്ലാ കഥകളും ഒരു വിധം പറഞ്ഞ്. കാരണം എന്താ, സജ്ജനങ്ങള് പറയാറുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറഞ്ഞാൽ തുടങ്ങിയാൽ പിന്നെ വേറെ ഒന്നും പറയണം തോന്നില്ല. നാന്യത്ര സ്യാദ്രതിക്കുജിൽ എന്ന് 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ അങ്ങോട്ട് രുചി പിടിച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളില് രസം വന്നാൽ പിന്നെ വേറെ ഒന്നിലും നിങ്ങൾക്ക് രസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണത്. രസിക ഭുവിഭാവുകാഹ എന്ന് തുടങ്ങുമ്പോഴും പറഞ്ഞു. അപ്പൊ ആദ്യവും പറഞ്ഞു അവസാനവും പറഞ്ഞു. ഭാഗവതത്തിന്റെ ആ മാധുര്യം, ആ രസം, അത് നിങ്ങൾ വിചാരിക്കണയിടത്തൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കണത്. അത് ഏത് രസ, സ്വതേ നവരസേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്, അല്ലെങ്കിൽ പറയാറുള്ളത്. അല്ല, ഭാഗവതം പറയണു ഒരു രസം കൂടി ഉണ്ട്. ഏതാത്? ഭക്തി രസം. അപ്പോ വേറെ എവിടെയും കിട്ടാത്ത ആ രസാണ് നമുക്ക് ഭാഗവതത്തിൽ കൂടിയിട്ട് ശ്രീ ശുകബ്രഹ്മർഷി തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചപ്പോ തന്റെ പുത്രനായിട്ടുള്ള പരമരസികനായിട്ടുള്ള ഭക്തിരസികനായിട്ടുള്ള ശ്രീ ശുകബ്രഹ്മർഷിക്ക് ഭാഗവതം കൊടുത്തുള്ളൂ. സജ്ജനങ്ങൾ പറയാറുണ്ട്, അത് വേദവ്യാസന്റെ ഇഷ്ടത്തിനല്ല കൊടുത്തിരിക്കുന്നത്. മോഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശ്രീ ശുകബ്രഹ്മർഷിക്ക് ഭാഗവതം കൊടുക്കണമെന്ന്. പക്ഷേ ഭഗവാൻ പറഞ്ഞു ശ്രീ ശുകന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒരു കാരണമാണ് സജ്ജനങ്ങളെ അനുസ്മരിക്കാറുണ്ട്. ഭട്ടതിരിപ്പാട് നാരായണീയത്തില് അത് പറയും ചെയ്തു. ഏവം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ എത്ര സൗഹാർദ്ദ ഭീതി സ്നേഹ ദ്വേഷാനുരാഗ പ്രഭൃതിഭി അതുലൈരശ്രമേര്യോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താമൃതപദമഗു സർവതഃ സർവലോകാഃ സത്വം വിശ്വാർത്തി ശാന്ത്യൈ പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാഃ. എന്താ കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത? കൃഷ്ണാവതാരത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞുല്ലോ, അതെന്താ എന്നാണ് വേറൊരു ചോദ്യം. അതോ ഒരു വിഷമം ഇല്ലാണ്ട് ഭഗവാന്റെ അടുത്ത് എത്താറായി എന്നാണ്. മുമ്പൊക്കെ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ വേണം മോക്ഷം കിട്ടാൻ. വേദാന്തികൾ പറയും അധികാരി തൂ എന്നൊക്കെ പറയും. അതിന് ചില അർഹത വേണം. ഏത് ജോലി കിട്ടാനും അങ്ങനെയാണല്ലോ. ചില പരീക്ഷ പാസ്സാവണം, എന്നാലേ അത് കിട്ടൂ. അങ്ങനെയാണല്ലോ. അപ്പൊ മുക്തി കിട്ടാൻ, മോക്ഷം കിട്ടാൻ, ഭഗവാന്റെ അടുത്തെത്താൻ ചുരുക്കം പറഞ്ഞ എന്താ വേണ്ടത്? കൃഷ്ണാവതാരത്തോടു കൂടി അത് എളുപ്പാക്കി എന്നാണ്. ആ വക നിയമങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു ശ്രീ ഗുരുവായൂരപ്പൻ. എന്നിട്ടോ ഏവം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ. എങ്ങനെയാ മാറ്റിവെച്ചത്? എത്ര സൗഹാർദ്ദ ഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭി അതുലൈരശ്രമേര്യോഗഭേദൈഃ. ആരടുത്ത് വന്നാലും ഭഗവാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാ അർഹത ഉള്ളത്, അല്ലെങ്കിൽ ഏത് പരീക്ഷയാ നിങ്ങൾ പാസ്സായത്?
ഏതൊക്കെ യോഗ്യതയാ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കും. അപ്പൊ ചിലര് പറയും എന്റെ കയ്യിൽ സൗഹാർദ്ദം, ചിലര് പറയാം എനിക്ക് ഭയങ്കര ദേഷ്യ, അതാണ് എന്റെ കയ്യിലുള്ളത്. അതെയോ? എന്റെ കയ്യിലുള്ളതോ ഭയങ്കര മോഹം, എനിക്ക് എല്ലാറ്റിനോടും മോഹ, അതാണ് എന്ന് പറയും. ഇങ്ങനെ സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭി സ്വതേ അതൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. ഈ വക കാര്യങ്ങളാണ്, ഈ വക സ്വഭാവങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്തെത്താൻ ബുദ്ധിമുട്ടാന്നാണ് വെച്ചിരുന്നത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു അതാണോ, അങ്ങോട്ട് മാറിയുന്നോളൂ, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കണു എന്നാണ്. അപ്പൊ ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നാ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ സ്ഥിരമായിട്ടുള്ളത്. അശ്രമൈര്യോഗഭേദൈ, അപ്പോ അതൊക്കെ യോഗഭേദങ്ങളാക്കി എന്നാണ്. അതൊക്കെ ഭഗവാന്റെ അടുത്തേക്കുള്ള വഴികളാക്കി അങ്ങോട്ട് മാറ്റി ഭഗവാൻ. പുതിയൊരു ഭരണപരിഷ്കാരം, അങ്ങനെയാണല്ലോ ഓരോരുത്തരും മന്ത്രിമാരായാല് അവരവർക്ക് ഇഷ്ടമുള്ള തരത്തില് പുതിയ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. ഭഗവാൻ കൃഷ്ണാവതാരം ചെയ്തതോട് കൂടിയിട്ട് അങ്ങനെ ഒരു നിയമാക്കി. എന്താണോ അവരവരുടെ കയ്യിലുള്ളത് അത് കൊടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കേ വേണ്ടൂ. അപ്പൊ അത് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ളതായ ആ വഴിയായി കഴിഞ്ഞു എന്നാണ്. ക്ഷേത്രത്തിലേക്ക് അങ്ങനെയാണല്ലോ, 4 ഭാഗത്തുനിന്നും വഴി വെക്കും. കിഴക്ക് ഭാഗത്തുനിന്നും മാത്രല്ല. എന്താ കാരണം? 4 ദിക്കാണല്ലോ. ആ 4 ദിക്കിന്ന് വരണവർക്കും ക്ഷേത്രത്തിലെത്താൻ വേണ്ടി 4 ഭാഗത്തുനിന്നും വഴി വെക്കണ പോലെ ഭഗവാൻ നമുക്ക് ഏറ്റവും എളുപ്പാക്കി തന്നിരിക്കുക. അങ്ങനെയുള്ള ഓരോ അവരവരുടെ കയ്യിലുള്ള ആ വക വഴികളിൽ അവരവർക്ക് സ്വാഭാവികമായിട്ട് നിശ്ചയമുള്ള ആ വക വഴികളിൽ കൂടി ഭഗവാന്റെ അടുത്ത് എത്തിയ ഭക്തന്മാരുടെ കഥകള്. അതുപോരാ, അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അവരൊക്കെ ഭഗവാന്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. നമ്മൾ കേട്ടു, കൃഷ്ണാവതാരത്തില് എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്ന് പെട്ടുവോ അവർക്ക് മോക്ഷം കിട്ടി. ഭട്ടതിരിപ്പാട് അതാണ് പറഞ്ഞത്. കഷ്ടന്റെ ഗുരുവായൂരപ്പ കംസവധവും മല്ലന്മാർക്ക് മോക്ഷവും കളഭക്കാരിക്ക് കളഭം കൊടുത്തിട്ടുള്ള അനുഗ്രഹം ഇല്ലേ, പൂമാല മാല ഭഗവാന് സമ്മാനിച്ച് മധുരയിൽ അവിടും നന്നു കാണിച്ചതോർത്തിട്ട് എന്താ ഞാൻ കഥകൾ ചേർത്തതായിട്ടുള്ള മാല അവിടത്തേക്ക് അണിയിക്കണു എന്നാണ്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ച് അവരെയൊക്കെ അനുഗ്രഹിച്ചു ഭഗവാൻ. പക്ഷെ ഇതൊന്നുമല്ല, ഭക്തി ഉണ്ടായാലത്തെ രസം യാതൊന്നും ആവശ്യമില്ല. ഭഗവാനെ കാണുക മാത്രം. ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി, ആ ഒരു കടാക്ഷം, അത് മാത്രമേ തനിക്ക് കാണേണ്ടതുള്ളൂ. ഭഗവാന്റെ ആ അനുഗ്രഹം മാത്രമേ വേണ്ടതുള്ളൂ എന്ന് നിഷ്കാമ ഭജനം ചെയ്യുന്നവര്, നിഷ്കാമ ഭക്തി ഉള്ളവര്, അവരുടെ ആനന്ദവും നമുക്ക് കാണിച്ചു തന്നു കുചേലവൃത്തത്തിൽ കൂടിയിട്ട്. പിന്നെ ഇവിടെ സമന്തപഞ്ചക തീർത്ഥക്കരയില് എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് എല്ലാവരെയും അനുഗ്രഹിച്ച കഥ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നാ മതി. ഭഗവാൻ അതാത് സമയത്ത് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തോളും. അതാണ്, ഭഗവാനെ ഒന്ന് കാണാൻ വളരെയധികം മോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനമ്മമാര്. ആ മോഹം അങ്ങോട്ട് സാധിപ്പിച്ചു. യശോദമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, മടിയിലൊന്ന് കയറ്റി ഇരുത്തുക വേണ്ടു. എത്ര കാലായി കുഞ്ഞെ മടിയിൽ വെച്ചിട്ട് മതിയായിട്ടില്ല എന്നാണ് ഉദ്ധവനോട് പറഞ്ഞത് യശോദമ്മ. ഇത്രേ വേണ്ടു, അതിനെന്താ വിഷമം? ഇപ്പൊ ഭഗവാന് പ്രായം എത്രയാ? എത്ര ഭാര്യമാരുടെ ഭർത്താക്കന്മാരാ, എത്ര കുട്ടികളുടെ അച്ഛനാണ്, എത്ര പേരക്കുട്ടികളുടെ മുത്തച്ഛനാണ്? അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഭക്തന്മാരെന്താ ഉദ്ദേശിക്കണത് അതാണ് ഭഗവാന്റെ പ്രായം അല്ലെ? പ്രസിദ്ധല്ലേ, കുറൂരമ്മയുടെ അടുത്ത് എന്നും ഭഗവാന് 4-4.5 വയസ്സ്, 5 വയസ്സിലധികം ഇല്ല പ്രായം. അതാ പ്രായേ. അപ്പൊ എന്താ ഭക്തന്മാർ ഉദ്ദേശിക്കണത് അതാണ് ഭഗവാന്റെ പ്രായം. നേരെ മറിച്ച് ഗോപസ്ത്രീകളുടെ മുമ്പിൽ എങ്ങനെയാ ഉണ്ടായത്? അവർക്ക്
ആ വേണ്ടതായിട്ടുള്ള ബ്രഹ്മോപദേശം കൊടുക്കണതായിട്ടുള്ള ഗുരുവായി. അവർക്ക് വേറെ ഒന്നും വേണ്ട, ഭഗവാനെ കണ്ടാൽ നല്ലോണം ആലിംഗനം ചെയ്യണം. അതാണ് അവരുടെ മോഹം. ഭഗവാന്റെ ആ പുഞ്ചിരി നല്ലോണം ഒന്ന് കാണണം, ആ കടാക്ഷം വേണം, അത്രേ അവർക്ക് മോഹമുള്ളൂ. അതോടുകൂടി ആ പ്രസാദം കൊടുക്കുമ്പോ കുറച്ച് കളഭവും കൊടുക്കും ഭഗവാൻ. എന്താ അത്? ബ്രഹ്മോപദേശം. ഞാൻ ആരാന്നൊന്ന് മനസ്സിലാക്കണേ എന്നുള്ള നിലയ്ക്ക്. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ എപ്പോഴും താൻ പൂർണ്ണനാണ്, താൻ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ഭാവം വിടാതെ ഓരോരുത്തർക്കും മറക്കാതെ അതാത് അനുഗ്രഹം. അവരെന്താണോ മോഹിക്കണത് അതിന്റെ ഒപ്പം ആ അനുഗ്രഹവും കൊടുക്കും, ശരിയായ അനുഗ്രഹം. ഈ വക ഭാവങ്ങൾ നമ്മളുടെയാണ്. അതിൻ്റെ ഒപ്പം വേറെ ഒരു ശരിയായ ഭാവം കൂടിയും വേണം. ഒന്നും ശരിയല്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഒപ്പം ഈശ്വരനായിട്ട് ഭഗവാനെ കാണണം എന്നുള്ള ആ ഒരു ഭാവം. അതുകൊണ്ട് എന്തായി? ഭഗവത് പത്നിമാർക്കും കൂടി അത് വളരെയധികം ഉപകരിച്ചു. ഈ ഗോപസ്ത്രീകളുടെ ഈ ഭക്തി കണ്ടിട്ടാണോ എന്ന് അറിയില്ല, അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അവരതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു. കണ്ടതിൽ കൊണ്ടൽ വർണ്ണ നിന്നെ കണ്ടു ഞാൻ കാലം കഴിച്ചിടാവൂ, വെണ്ണ തൻ ഗന്ധത്തെ ഘ്രാണിക്കാറാകണം, കണ്ണായൻ കണ്ണീലീണങ്ങേണം നീ. അത് മാത്രമേ അവർക്ക് ഒരു മോഹമുള്ളൂ. പക്ഷെ ഭഗവത് പത്നിമാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ഗോപസ്ത്രീകളോട് എന്താപ്പ ഭഗവാന് ഇത്രയൊരു ഇഷ്ടം? അതോ ആ ഭക്തിയാഹമേവ ഏകയാഗ്രാഹ്യ എന്ന് പറയുന്നുണ്ട്. ഭക്തി കൊണ്ടാണ് എന്നെ പിടിക്കാൻ കിട്ടുക, എന്നെ സ്വാംശീകരിക്കാൻ പറ്റുക, എന്നെ സ്വാധീനിക്കാൻ പറ്റുക എന്നാണ് ഭഗവാന്റെ വാക്ക്. അത് ഭഗവത് പത്നിമാർക്ക് അനുഭവപ്പെടുത്തി കൊടുത്തു ഭഗവാൻ. എങ്ങനെ? ഒരു ദിവസം രാത്രി കിടക്കാറായ സമയത്ത് ഭഗവാന്റെ പാദം തലോടുക, അത് രുക്മിണി ദേവിക്ക് ഒരു പതിവാണ്. കുറച്ചു നേരം ആ പാദം ഇങ്ങനെ തലോടി കൊടുക്കുക. സമന്തപഞ്ചക തീർത്ഥക്കരയിൽ വെച്ചിട്ട് ഭഗവാന്റെ പാദം തലോടിക്കൊണ്ടിരുന്ന രുക്മിണി ചോദിച്ചു എന്നാണ്, അവിടുത്തെ പാദം കുറച്ച് പൊള്ളി ഉണ്ടല്ലോ, എന്താ കാരണം? അറിയാണ്ട് വല്ല തീക്കനലില് ചവിട്ട് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു എന്നാണ് കഥ. അപ്പ പറഞ്ഞു അത്രേ, ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താ കാരണം? നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് എന്നാണ്. ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ച് ഭഗവാൻ ചോദിച്ചു എന്നാണ്, എന്നത്തെ പോലെ ഇന്നും രാധയ്ക്ക് പാല് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു അത്രേ രുക്മിണിയോട്. ഉവ്വ്, ഞാൻ കൊടുത്തു. നല്ലോണം ചൂടൊക്കെ പാകാക്കിയിട്ടാണോ കൊടുത്തത്? അപ്പോ ഒന്ന് പുഞ്ചിരി ചെയ്തുകൊണ്ട് രുക്മിണി പറഞ്ഞു, ഇന്ന് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് പാല് അടുത്ത് വെച്ച് ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ, അത് ചൂട് പാകാക്കി കൊടുക്കണ്ടായില്ല. ഭഗവാൻ പറയാണ്, രുക്മിണിക്ക് രാധാദേവിക്ക് അതൊന്നും നോക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം ഇല്ല. കാരണം മനസ്സ് ഭഗവാന് കൊടുത്തിരിക്കണു. കൊണ്ടുവച്ചാൽ അതെടുത്തങ്ങോട്ട് കഴിക്കുക. അതിന് ചൂടുണ്ടോ, ചൂടധികാണോ, മധുരണ്ടോ, ഇതൊന്നും നോക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം ഇല്ല. ചൂടോടെ കഴിച്ചുണ്ടാവും എന്നാണ് മറുപടി. അപ്പൊ ഉത്തരായോ? ഉത്തരായി. എന്താത്? രാധ ചൂടധികമായിട്ട് പാല് കഴിച്ചപ്പോ രാധയുടെ ഹൃദയത്തിലിരിക്കണതായിട്ടുള്ള എന്റെ പാദം പൊള്ളിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എവിടെയാ ഭഗവാൻ ഇരിക്കണത്? ഭഗവാന്റെ പാദം എവിടെയാ? അതാണ്. അതുപോലെയാണ്, പ്രസിദ്ധാണല്ലോ കാൽപ്പൊടിയുടെ കഥ. ഭഗവാന് തലവേദന വന്നപ്പോ ഒരു തരം ഭക്തിയാണ്, ഭഗവാനോടുള്ള ബഹുമാനാണ്, വാത്സല്യാണ്. എന്റെ പാദരജസ് കാൽപ്പൊടി ഭഗവാന്റെ നെറ്റിമേലിടേ വൈദ്യരാതാ വിധിച്ചത്. തെല്ലെടുത്തതു വെണ്ണയിൽ ചാലിച്ചു മെല്ലെ മെല്ലെ പുരട്ടുക നെറ്റിയിൽ. തലവേദന മാറാനുള്ള മരുന്നേ. ഭഗവാനോട് ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീകള് അവരുടെ
കാൽപ്പൊടി എടുത്ത് വെണ്ണയിൽ ചാലിച്ച് പുരട്ടാൻ വൈദ്യര് പറഞ്ഞതാ. ഭാര്യമാര് പറഞ്ഞു, ഇതിനെക്കാട്ടിലും വലിയൊരു പാപമുണ്ടോ? ഞങ്ങൾ എത്ര കാലാ നരകത്ത് കിടക്കേണ്ടി വരിക? അവർക്ക് വിഷമം. വേഗം നാരദൻ വൃന്ദാവനത്ത് പോയപ്പോ ഗോപസ്ത്രീകൾ ചോദിച്ചു, എന്താ നാരദ, മുഖാകെ വാടിയുണ്ടല്ലോ, വീണയില്ല കയ്യില്, എന്താ അത്ര പരിഭ്രമിച്ച് വരാൻ കാരണം? അപ്പൊ പറയാണ്, ഭഗവാൻ ഇങ്ങനെ തലവേദനയായിട്ട് കിടക്കുകയാണ്, അങ്ങോട്ട് മാറണില്ല. ഡോക്ടറെയൊക്കെ കാണിച്ചില്ലേ? ഉവ്വല്ലോ, ഇഷ്ടം പോലെ. ഇന്നലെ ഒരു ഡോക്ടർ വന്നിട്ട് പുതിയ മരുന്ന് പറഞ്ഞു, അത് കിട്ടിയിട്ടില്ല. എന്താ? എന്നതാണ്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ ഭഗവാന്റെ പത്നിമാരില്ലേ, അവർക്ക് ഭയാണ്. നാരക ഭയമോർത്തു നടുങ്ങിനാർ വാരിരാക്ഷന്റെ പത്നിമാരൊക്കെയും. അവർക്ക് ഭയാണ്. അതെയോ? അതാ, നാരദ വരൂ വാങ്ങുകൻ കാൽപ്പൊടി വാരിരാക്ഷനു വാരിത്തരുന്നു ഞാൻ. പിന്നെന്താ, ഇത് കൊണ്ടുപോയിട്ട് ഭഗവാന് രോഗമൊക്കെ മാറി, ദീനത മാറി എന്നൊന്നും ഇങ്ങോട്ട് കേൾക്കേ വേണ്ടു. വേറെ ഒന്നും ഞങ്ങൾക്ക് മോഹമില്ല. ഞങ്ങൾക്ക് നരകോ സ്വർഗോ അതിനോടൊന്നും മോഹമില്ല. ഭഗവാന് സുഖാണ് ദ്വാരകയില് ഇന്ന് കേൾക്കണം, അത്രേ വേണ്ടു. അപ്പോ എന്താണ് ഭക്തി എന്നുള്ളത് ഗോപസ്ത്രീകൾ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിരിക്കണു ഭഗവത് പത്നിമാർക്ക്. അതുകൊണ്ട് എന്തായി, അവരുടെ കല്യാണ കഥ പാഞ്ചാലി ചോദിച്ചപ്പോ എല്ലാവരും എന്താ പറഞ്ഞത്? ഞങ്ങളൊക്കെ ഭഗവാന്റെ ദാസിമാരാണ്, ഞങ്ങൾക്ക് ഭഗവാന്റെ പത്നിമാരാണ് എന്നുള്ള പാദവും പ്രഗൃഹ്യ മണിനാഹമമുഷ്യദാസി തസ്യാസ്തുമേനുഭവമംഘ്രവനേ ജനത്വം. ധാരാളം പുണ്യം ചെയ്യാൻ പറ്റണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളതൊക്കെ മനസ്സിലാക്കണം. നമ്മള് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണത്. എന്താ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വ്രതങ്ങള്, പുണ്യ ദാനങ്ങള്, പുണ്യകർമ്മങ്ങള്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാനിൽ ഭക്തി ഉണ്ടാവാനാണ്. വേറെ ഒന്നും മോഹിക്കരുതേ. അത് ഇന്നല്ലെങ്കിൽ നാളെ അതോട് കൂടിയിട്ട് ആ പുണ്യം കഴിയും. എന്നും ആനന്ദം അനുഭവിക്കാറാവണമെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവുക വേണം എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണു. അപ്പോ എല്ലാ പത്നിമാരും പിന്നെ അത് തന്നെയാണ് പറയണത്. അങ്ങനെ അപ്പോ എന്താണ് ഭക്തി? ഭക്തി ഉണ്ടായ എന്തായിരിക്കണം? മോഹം എന്നൊക്കെ കഥകളിൽ കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. അവിടെ വെച്ച് ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ ആ വേദാന്തം നിറഞ്ഞതായ, അങ്ങനല്ലേ, ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന് കൊടുക്കേണ്ടതായിട്ടുള്ള ഉപദേശം, അനുഗ്രഹം, അത് ഗോപസ്ത്രീകൾക്ക് ആദ്യം ഉദ്ധവനിൽ കൂടി കൊടുത്തയച്ചു സന്ദേശമായിട്ട്. ഇപ്പതാ ഭഗവാൻ നേരിട്ട്, അല്പം പേർക്ക് ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം മേടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഗോപസ്ത്രീകൾക്ക് ഇവിടെ വെച്ച് അത് കിട്ടി എന്ന് പറഞ്ഞു. വസുദേവരുടെ യാഗം അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു അത്ഭുതമായിട്ടുള്ള കഥ അതിന്റെ അവസാനം പറയുന്നുണ്ട്. എല്ലാവരും പിരിഞ്ഞുപോയി. ഇതൊക്കെ നമുക്ക് വലിയൊരു പാഠാണ്. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അവരെല്ലാവരും ഒരു കാര്യം മറന്നുപോയി എന്നാണ്. എന്താ അത്? അതോ മനക്ഷിപ്തം പുനർഹർത്തു മനീഷ മധുരാം യയോ. വൃന്ദാവനവാസികള് മഴ പെയ്തു തുടങ്ങി, പിന്നെ അവിടെ താമസിക്കാൻ പറ്റാണ്ടായി. അപ്പൊ എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോകുമ്പോ ഒരു കാര്യം മറന്നുപോയി പരീക്ഷിത്തെ എന്നാണ് ശ്രീശുകൻ പറയണത്. എന്ത് കാര്യം മറന്നു? അതോ നമ്മളൊക്കെ പതിവില്ലേ, എവിടെങ്കിലും പോയാൽ എന്തെങ്കിലും വെച്ച് മറക്കുക. നമ്മളെ പോലെയല്ല അവര് എന്നുള്ളത് കൊണ്ട് അവര് മനസ്സെടുക്കാനാണ് മറന്നത്. മനക്ഷിപ്തം പുനർഹർത്തും. മനസ്സ് ഭഗവാനും കൊടുത്തിരുന്നു, അത് മേടിക്കാൻ മറന്നുപോയിന്ന്. എത്ര രസായിട്ടാ പറയണത്. അപ്പോ മനസ്സ് ഭഗവാങ്കലായി, അല്ലെങ്കിൽ മനസ്സിൽ പൂർണ്ണമായിട്ട് ഭഗവാൻ മാത്രമായി എന്നുള്ള അർത്ഥം. പിന്നെ കൃഷ്ണാവതാരം കൊണ്ട് എല്ലാം അതാണ്, അത്ഭുതമായിട്ടുള്ള കഥകളാണ്. അതാണ് കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോ തമത്ഭുതം ബാലകം എന്നാണല്ലോ പറഞ്ഞത്. അത്ഭുത ബാലകനാണ്. നിങ്ങൾ വിചാരിക്കണ മാതിരി ആവില്ല കേട്ടോ ഇതിലത്തെ കഥകള് എന്നാണ്. ദേവിക്കൊരു മോഹം. ഉണ്ണിയുടെ ഏട്ടന്മാരായിട്ട് 6 പേരെ കംസൻ കൊന്നിരിക്കണു.
അവരൊന്ന് കാണണം എന്നൊരു മോഹമുണ്ട് എന്നാണ് പറഞ്ഞത് ദേവകി ദേവി. ശരി ഏട്ടാ, പോവുക, ഒരു വിഷമവും ഇല്ല, ഗുരുനാഥന് കൊടുത്ത് കാണിച്ച് തന്നതല്ലേ. ഇനിയിപ്പതാ സന്താന ഗോപാലത്തിൽ കാണിക്കാൻ പോണു. രസാതലത്തിൽ പോയിട്ട് സുതലത്തിൽ പോയിട്ട് മഹാബലിയുടെ അടുത്ത് ചെന്ന്, ഇതാണ് മഹാബലിയുടെ ഭാഗ്യം. കൃഷ്ണാവതാരത്തില് ഭഗവാനെ നല്ലോണം, കൃഷ്ണാവതാരത്തിൽ കൂടി തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ പൂർണ്ണമായിട്ട് പൂജിക്കാനും തന്നെ സമർപ്പിക്കാനും കഴിഞ്ഞു. ഒരു ദേവേന്ദ്രനും കൂടി അത് സാധിച്ചിട്ടില്ല, ആ ഒരു ഭക്തി കിട്ടിയിട്ടില്ല. മഹാബലിക്ക് നോക്കൂ, ആ ഒരു ഭാഗ്യം സിദ്ധിച്ചു. ഭഗവാനെ കണ്ട് സംശയായില്ല, നല്ലോണം പൂജിച്ച് മുഴുവൻ അങ്ങനെ സമർപ്പിച്ചു. എന്നെയോ മെൻകിടങ്ങളെയും പുനരെന്നോട് അങ്ങനെ പറയണില്ലേ, എല്ലാം തന്നെ ഭഗവാനെ സമർപ്പിച്ച് ചോദിച്ചു, അടിയൻ എന്താ ചെയ്യേണ്ടത്? 6 കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ കൊണ്ടുവന്ന അവരോട് കൂടി ദേവകി ദേവിക്ക് അവരെ കൊടുത്ത് അപ്പൊ തന്നെ അവർക്ക് മോക്ഷം കിട്ടി. അവർക്ക് ശാപമോക്ഷം തീർന്ന് പോയ കഥ അങ്ങനെ കണ്ടു നല്ലോണം. അപ്പൊ ഓരോ കഥയിലും താൻ ഭഗവാന്റെ ആ പൂർണ്ണത നിറഞ്ഞ കഥകളാണ്. പ്രത്യേകിച്ചും കുചേലവൃത്തത്തിന് ശേഷം പറയണത് ഭഗവാൻ ഈശ്വരനാണ് എന്നുള്ള കഥകള്. അതിൻ്റെ ഇടയിൽ രസമായിട്ടുള്ള കഥകളും ഉണ്ട്. അതാണ് സുഭദ്ര സ്വയംവരം എന്നോ വിവാഹം എന്നോ ഒക്കെ പറയാം. അർജുനന് മോഹണ്ട, സുഭദ്രയ്ക്ക് മോഹണ്ട, അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ബലരാമൻ ദുര്യോധനന് നിശ്ചയിച്ചു. പതുക്കനെ അങ്ങോട്ട് മാറ്റിവെച്ചു ആ കാര്യം. എന്നിട്ടോ അർജുനനെ കൊണ്ടുവന്ന് എത്ര രസായിട്ടാ സുഭദ്ര അർജുനന്റെ ഒപ്പം പറഞ്ഞയച്ചത്. അംഗീകരിക്കേണ്ടി വന്നു ബലരാമന്, അല്ലേ? അപ്പോ അതാണ് വളരെ രസായിട്ട് ഏട്ടനൊട്ടും അപ്രിയാവാതെ തന്റെ ഭക്തന്റെ എല്ലാ മോഹങ്ങളും സാധിപ്പിക്കണതായിട്ടുള്ള ഭഗവാന്റെ പക്ഷപാതിത്വം എന്ന് തന്നെ പറയണം. അത് അർജുന മോഹിച്ചതാ, അത് ഏട്ടൻ മാറ്റിയാ പറ്റില്ല എന്ന് പറയണ പോലെയാണ് ഭഗവാന്റെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിരിക്കുന്നത് 2 പേർക്ക് അവിടെ ചെന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു എന്നാണ്. 2 ചമഞ്ഞമ്പൊടു വാസുദേവൻ 2 ചെന്നഥ പൂജ വാങ്ങി. ശ്രുതദേവൻ, ബഹുളാശ്വൻ, ഒന്നൊരു പാവപ്പെട്ട ബ്രാഹ്മണൻ, ഒന്ന് ഗംഭീരനായിട്ടുള്ള മഹാരാജാവ്. 2 പേരും എനിക്ക് ഒരുപോലെയാ, എന്നെ സ്നേഹിക്കണവര് എല്ലാവരും തന്നെ എന്ന് ഭഗവാൻ കാണിച്ചു. അങ്ങോട്ട് ചെന്ന് പൂജ വാങ്ങി അവരെ അനുഗ്രഹിച്ച് ബ്രാഹ്മണന് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുത്ത് 2 ദിവസം ഇവിടെ താമസിക്കുകയോ? അങ്ങനെ ഒരു മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ 2 ദിവസം അവിടെ താമസിച്ച് അവരെ അനുഗ്രഹിച്ച് പോന്നു. ശ്രീസുഖ ബ്രഹ്മർഷി പറയാ, 2 ദിക്കിലേക്ക് ഞാൻ പോയിരുന്നു, ഏതാ ശരിക്കുള്ള ഞാൻ എനിക്കറിയില്ല എന്ന്. ഒക്കെ എല്ലാവരും ഈരണ്ടായി. ഭഗവാൻ 2ആയപ്പോ ഒപ്പം പോയ മഹർഷിമാരും 2ആയി. ഇങ്ങനെയുള്ള അത്ഭുതങ്ങള്. പിന്നെ ശ്രുതിഗീതയാണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ശ്രുതികൾക്ക്, ഉപനിഷത്ത് സുന്ദരിമാർക്ക് ഭഗവാനെ രൂപം കണ്ട് സ്തുതിക്കണം എന്നുള്ള ഒരു മോഹായി. നിർവികാര ബ്രഹ്മത്തിനെ സ്തുതിച്ച് അവര് മോഹിച്ചു ശരിയായി രൂപെടുത്ത ഭഗവാനെ കണ്ട് സ്തുതിക്കാറാവണമെന്ന്. അങ്ങനെയാണ് കൃഷ്ണാവതാരത്തില് അവർക്കൊക്കെ ഗോപസ്ത്രീകളായിട്ട് വന്ന് ഭഗവാനെ സ്നേഹിക്കാനും ആരാധിക്കാനും ശുശ്രൂഷിക്കാനും ഉള്ള സൗകര്യം ഭഗവാൻ ചെയ്തു കൊടുത്തത്. അപ്പൊ അതാണ് ആർക്കാണെങ്കിലും ഏത് തരത്തിലും പറഞ്ഞില്ലേ, സ്നേഹം ഏത് വികാരാണെങ്കിലും അത് പല ഭാവമാണ്. അതേത് ഭാവത്തിലുള്ളതാണെങ്കിലും നമുക്ക് നമ്മുടെ ഭാവങ്ങളെ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ, അങ്ങനെയാണല്ലോ ഏതൊക്കെ തരാ പുഷ്പങ്ങള്, എത്ര നിറത്തിലാ, ഏതൊക്കെ ആകൃതിയിലാ, വാസന ഉള്ളത് വാസന ഇല്ലാത്തത് എല്ലാം എന്തിനുള്ളതാ? ഭഗവാന് ചാർത്താനുള്ളതാണ്. അത് നമ്മൾ മറക്കരുത് എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണു. അതല്ലെങ്കിലോ
അല്ലെങ്കിൽ ആകെ സ്വഭാവവും സ്വരൂപമൊക്കെ മാറും നമ്മളുടെ. അതാണ് മൃഗാസുരൻ പഠിപ്പിച്ചത്. മറ്റത് ഭഗവാൻ നേരെയാക്കി ഇടുക്കും. 4 അടി കൊടുത്തിട്ടാണെങ്കിലും നേരെയാക്കി ഇടുക്കും ഭഗവാൻ. കാരുണ്യം കൊണ്ട്, വാത്സല്യം കൊണ്ട് ഇടയ്ക്ക് അബദ്ധം പറ്റും വേറുള്ളവർക്ക് എന്ന് മൃഗാസുരന്റെ കഥ. താൻ അനുഗ്രഹിച്ച തന്റെ ഭക്തനെ താൻ എങ്ങനെയാ നിഗ്രഹിക്കുക? ചില അച്ഛനമ്മമാർക്കേ മക്കളെ വല്ലാണ്ട് ലാളിക്കും. അപ്പൊ അവര് ചിലപ്പോ ചീറ്റി കയ്യിന്ന് വരും. അതാണ് മൃഗാസുരന്റെ കഥ. മഹാദേവന് സംശയായി, അനുഗ്രഹിച്ച കൈകൊണ്ട് എങ്ങനെയാ നല്ല പെട കൊടുക്കുക? ഭഗവാന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഒരു വിഷമം ഉണ്ടായില്ല. അവന്റെ കൈ അവന്റെ തലയിൽ വെച്ചിട്ട് തന്നെ അവനെ നശിപ്പിച്ചു ഭഗവാൻ എന്നുള്ള ആ കഥ. അപ്പൊ ഇങ്ങനെ പല തരത്തിലാണ് ഭഗവാന്റെ ആ കഥകള്. ശൂലിനോപിത്വമേവ ഭട്ടതിരിപ്പാട് വളരെ മനോഹരായിട്ട് നാരായണീയത്തിൽ പറഞ്ഞു. എന്താ, മഹാദേവനും ബ്രഹ്മാവും ആരായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുമ്പോ ഗുരുവായൂരപ്പാ അവിടുത്തെ അടുത്ത് തന്നെയാണ് വരണത്. അപ്പൊ ആരുടെ അടുത്താ വരേണ്ടത് സമാധാനത്തിന് എന്നുള്ളത് സംശയിക്കണ്ട എന്ന് വളരെ മനോഹരായിട്ട് ഭാഗവതത്തിലെ കഥകളിൽ കൂടിയിട്ടും ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ കൂടിയിട്ടും നമ്മളെ മനസ്സിലാക്കണു. വേറെ ഒന്നും ചെയ്യില്ല. തം ഉന്നിനീഷതി തം സാധുകർമ്മകാരയതി എന്നാണ്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യുക? ദുഷ്ടന്മാരെ എന്താ ചെയ്യുക? അധികം ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കും. അങ്ങനെ അവനെ നശിപ്പിക്കും. അനുഗ്രഹിക്കണം എന്ന് വിചാരിക്കണവരെ കണ്ടോ, അവർക്ക് ഭഗവാനെ സേവിക്കാൻ ഇങ്ങനെ സന്ദർഭങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവരെ ഭഗവാന്റെ അടുത്ത് എത്തിക്കും. അങ്ങനെയാണ് ഉദ്ധരേത് ആത്മനാത്മാനം. ഉദ്ധവൻ ഭഗവാനോട് എന്നെ കൊണ്ടോണം എന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയില്ലല്ലോ. ഒപ്പം ആ തപസ് ചെയ്ത് അങ്ങനെ ബദരിയിൽ പോയി തപസ് ചെയ്ത് എന്റെ അടുത്ത് എത്തിക്കോളൂ, അതിനുള്ള വഴിയുണ്ട്. ഉദ്ധവൻ അറിയാതെ ഉദ്ധവൻ അത് പറ്റും എന്ന് പറയേ ചെയ്തുള്ളൂ. കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല, നമുക്കൊക്കെ ഒരു പാഠാണത്. നല്ലത് ചെയ്യണേ, ഭഗവാനെ സേവിക്കണേ എന്ന് പറഞ്ഞു തരലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മഹർഷിമാർക്കൊരു സംശയം. എന്താ, ഈ ഓരോരുത്തര് എങ്ങനെയാണെങ്കിലും ഭഗവാൻ പല രൂപത്തിലിരിക്കുമ്പോ ഏത് രൂപത്തിലുള്ള ഭഗവാനെയാണ് സേവിക്കേണ്ടത്? ഒരു സംശയമാവും അല്ലേ? എന്താ പറയുക അവരോട്? മഹർഷി സരസ്വതി നദീ തീരത്തിൽ വെച്ച് എല്ലാവർക്കും അവരെ കൂടി ആലോചിച്ചു ആരെ സേവിക്കണം എന്നാ പറയേണ്ടത്. ഇപ്പൊ മൃഗാസുരന്റെ കഥയിൽ നമ്മൾ കേട്ടില്ലേ, നാരദനോട് ചോദിച്ചു ഭഗവാനെ സേവിക്കണം എന്നുണ്ട്, ആരെയാ സേവിക്കേണ്ടത്? ഇതേമാതിരി ഓരോരുത്തരും ഓരോ മഹർഷിമാരോടാ ചോദിക്കുക, എന്താ ഉത്തരം പറയേണ്ടത്? അവസാനം അവര് തീരുമാനിച്ചു എന്നാണ്. നമുക്കൊന്ന് പരിശോധിക്കാം ആരെയാ സേവിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ആരാ പരിശോധിക്കുക? ചില്ലറക്കാരിയല്ല പരിശോധിക്കാൻ പോണത്. ബ്രഹ്മാവിനെയും മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ഒക്കെയാണ്, ത്രിമൂർത്തികളെയാണ് പരിശോധിക്കാൻ പോണത്. ആർക്കെങ്കിലും ഒരാൾക്ക് ലേശം പരിശോധിക്കാനാ വന്നത് എന്നുള്ള ദേഷ്യം വന്നാ കഴിഞ്ഞില്ലേ, അതോടെ ഭസ്മായി. എന്താ വേണ്ടത്? അല്ലെങ്കിൽ ശാപം എന്തെങ്കിലും കിട്ടാണ്ടിരിക്കുവോ? അപ്പൊ അതിന് പറ്റിയ ആള് ഒരു പക്ഷഭേദം ഇല്ലാണ്ട് പറയണം. ശിവനോട് അധികം, ശിവൻ ഇഷ്ടദേവത ആയിട്ടുള്ളവരെപ്പോഴും ശിവനെ പറയുള്ളൂ. ബ്രഹ്മാവാണ് ഇഷ്ടദേവത എന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന്റെ പേരേ പറയുള്ളൂ. ഭഗവാനാണ് ഇഷ്ടദേവത എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പേരേ പറയുള്ളൂ. അത് പാടില്ല. 3 പേരും ഒരുപോലെ ആവണം. അങ്ങനെയുള്ള ആളെ പരിശോധനയ്ക്ക് പറഞ്ഞയക്കണം. ഭൃഗു അങ്ങനെയാ. ഒരാള് അച്ഛനാണ്, ഒരാള് സഹോദരനാണ്, ഒരാള് പുത്രിയെ വിവാഹം കഴിച്ച ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഭൃഗുവിനെ പറഞ്ഞയച്ചു എന്നാണ്. അദ്ദേഹം ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവിന് പുത്രനെ കണ്ടപ്പോ വളരെ സന്തോഷായി. ഉണ്ണി വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അദ്ദേഹം നേരെ ചെന്ന് ബ്രഹ്മാവിന്റെ ആ സിംഹാസനത്തിലെ ഒപ്പം കേറി അങ്ങോട്ട് ഇരുന്നു. ബ്രഹ്മാവൊന്ന് നോക്കി, താൻ എന്നു മുതലാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? പണ്ടൊക്കെ അങ്ങനെയാട്ടോ, ഇപ്പോഴത്തെ കഥയല്ല, പണ്ടത്തെ കഥയാ. അവര് കാരണവന്മാരുടെ ഒപ്പം ഒന്നും കേറിയിരിക്കാറില്ല.
എന്ന് തന്നെയല്ല, ഒപ്പത്തിനൊപ്പം കസാലേമിലൊന്നും കയറിയിരിക്കുകയില്ല, അടുത്ത് നിന്ന് വർത്തമാനം പറയുക, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ബ്രഹ്മാവിന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. ബ്രഹ്മാവ് ശകാരം ആയി. എപ്പോഴാ താൻ ഇങ്ങനെയായത് എന്ന് ചോദിച്ചപ്പോ ഭൃഗു വേഗം എണീട്ടു, മിണ്ടാണ്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. താൻ പോവുകയാണോ? അപ്പൊ എന്തിനാ വന്ന്? സരസ്വതി ദേവി മുഖത്ത് നോക്കി ഒന്നങ്ങനെ ചിരിച്ചു. എന്നിട്ട് പറയാണ്, കഷ്ടം, മാർക്ക് പോയില്ലേ. എന്താ പരിശോധിക്കാൻ വന്നതാ? ശുണ്ഠി ഉണ്ടോ നോക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. എന്നാ ഭൃഗു വരുവോ, ഒന്നും കൂടിയും പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. അങ്ങനെ പരിശോധിക്കാറില്ലല്ലോ, ഒരിക്കലല്ലേ പരീക്ഷ. ഏതായാലും ഭൃഗു പോയി നേരെ മഹാദേവന്റെ അടുത്ത് ചെന്നു. മഹാദേവനും അങ്ങടെ എത്ര കാലായി ഭൃഗു കണ്ടിട്ട്. വരൂ വരൂ എന്ന് പറഞ്ഞ ആലിംഗനം ചെയ്യാൻ വേണ്ടി പോയപ്പോ ഭൃഗു പറഞ്ഞു, അവിടെ ദൂരെ നിന്നാ മതി. കഴുത്തിലൊക്കെ പാമ്പുള്ള ആളെ ആർക്കെങ്കിലും ആലിംഗനം ചെയ്യാൻ പറ്റുമോ? അതുമല്ല, ശ്മശാന ഭസ്മാണ് മേലും മുഴുവൻ, തലേന്ന് വെള്ളവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനൊക്കെ ഉള്ള ഒരാളെ ആലിംഗനം ചെയ്യാൻ പറ്റുമോ? ദൂരെ നിന്നാ മതി, എന്നിട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു എന്നാണ് ഗൗരവത്തില്. അത് കേട്ടപ്പോ മഹാദേവനും ദേഷ്യം വന്നു. ശൂലെടുത്തു. ശൂലെടുത്തതോട് കൂടിയിട്ട് ഭൃഗു ഇറങ്ങിപ്പോയി. മഹാദേവൻ പറഞ്ഞു, എന്താ ഭൃഗു പോണത്, ഇങ്ങോട്ട് വരൂ. പിന്നെ വരുവോ? പാർവതി പറഞ്ഞു, ഇപ്പൊ സരസ്വതി വിളിച്ചു പറഞ്ഞേ ഉള്ളൂ, ഇവിടുത്തെ പരീക്ഷ കഴിഞ്ഞു, ഇനി ഒരു പക്ഷേ അവിടേക്കാവും പരീക്ഷയ്ക്ക് പരിശോധിക്കാൻ വരണത്, ശ്രദ്ധിച്ചിരുന്നോളൂ എന്ന് സരസ്വതി പറഞ്ഞേ ഉള്ളൂ. മഹാദേവൻ ചോദിച്ചു, പരിശോധനയ്ക്കൊക്കെ വരുമ്പോ ആദ്യം പറയണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാ മനസ്സിലാവുക എന്ന ദിവസം പരീക്ഷ ഉണ്ട് എന്ന് കുട്ടികളോട് ആദ്യം പറയില്ലേ? അപ്പൊ അവിടെയും മാർക്ക് പോയി. വൈകുണ്ഠത്തിൽ ചെന്നപ്പോഴോ അവിടെ പിന്നെ സ്ഥിരം ഉറക്കാണ്, നല്ല സുഖം അല്ലെ, അനന്തമെത്ത പാൽ സമുദ്രത്തിന്റെ നടുക്ക്, നല്ല തണുപ്പ്. പോരാത്തതിന് പാമ്പിന്റെ മേലെ കിടന്നാ പിന്നെ തണുപ്പിന് വല്ല കുറവും ഉണ്ടാവുമോ? അതും പോരാ, ഒരാളുടെ മടിയിൽ തല വെക്കണു, ഒരാളുടെ മടിയിലേക്ക് കാല് വെക്കണു, ഒരാള് തലോടിക്കൊണ്ടിരിക്കണു എപ്പോഴും. പിന്നെ ഉറങ്ങാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുമോ? എപ്പോഴും ഉറക്കാം. അങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് ഭൃഗു അങ്ങോട്ട് ചെന്നിട്ട് ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തു മാറത്ത്. മഹാവിഷ്ണു വേഗം പടഞ്ഞെണീട്ടു എന്നാണ്. തൊഴുതിട്ട് പറഞ്ഞു, മഹർഷേ, അങ്ങ് വന്നത് ഞാൻ കണ്ടില്ല കേട്ടോ, ക്ഷമിക്കണം, അതുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇരിക്കൂ, ഞാൻ ആ കാലൊന്ന് തലോടി തരാം. എന്നെ ചവിട്ടിയിട്ട് അവിടുത്തെ പാദം വേദനയായിട്ടുണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാല്, പരമദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ അവരുടെ ഗത കൊണ്ട് എത്ര അടിച്ചിട്ടും ഒരു ഹാനിയും തട്ടിയിട്ടില്ല എന്റെ മാർവിടത്തില്. അപ്പൊ അത്ര കഠോരമാണ്. അങ്ങനെയുള്ള എന്റെ മാറത്ത് ചവിട്ടിയപ്പോ അങ്ങയുടെ മാർദ്ദവം ഏറിയതായിട്ടുള്ള ആ പാദം വേദനയായി ഉണ്ടാവില്ലേ? ഇരിക്കൂ, തെറ്റ് എന്റെ കയ്യിലാണ്. അവിടുത്തെ പോലുള്ളവര് വരുമ്പോ ഞാൻ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് വന്ന് ആദരിച്ചു കൊണ്ടുവരണ്ടേ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഇരുത്തി കാല് തലോടി കൊടുത്തപ്പോ ഭൃഗുവിന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദബാഷ്പം ഒഴുകി എന്നാണ് കഥ. അപ്പൊ ക്ഷമ എത്രമാത്രം ആവാം, അതാണ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ സ്വഭാവം എന്താ? ക്ഷമയുടെ കാര്യത്തിൽ നമ്മൾ എവിടെ ഇരിക്കണു, എവിടെയാ ക്ഷമ ഇരിക്കണത് എന്ന് നമ്മളെ പഠിപ്പിക്കുക. മിണ്ടണതിന്റെ മുമ്പ് ചുണ്ടിയെടുക്കണവരാ നമ്മളൊക്കെ, അല്ലേ? അപ്പോ മഹാവിഷ്ണു അത്രയല്ല പറഞ്ഞത്. പിന്നെയോ, ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, അങ്ങയുടെ ഈ പാദചിഹ്നം എന്നും എന്റെ മാർവിടത്തിൽ ഇരിക്കട്ടെ, എനിക്കൊരു പാഠായിട്ട് എന്നാണ്. ഇനി ഇങ്ങനെ വേറൊരാള് വരുമ്പോ എനിക്ക് അവരെ സൽക്കരിക്കാണ്ടിരിക്കാനുള്ള ഇട വരരുത്. അതിനുള്ള ഒരു പാഠായിട്ട് എന്റെ മാർവിടത്തിൽ എപ്പോഴും ഈ പാദചിഹ്നം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. ഇത്രമാത്രം ബഹുമാനം, സ്നേഹം, ക്ഷമ, ആ ശാന്തത, സാത്വികത, ഇതൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവാൻ പറ്റുമോ? അതാലോചിച്ചപ്പോഴാണ് ആ ഭൃഗുവിന് എന്താ നിർവിതസ്തർപ്പിതസ്തു
തൂഷ്ണീം എന്നാണ്. നിർവൃതസ്തർപ്പിതസ്തൂഷ്ണീം ഭക്തി ഉത്കണ്ഠോശ്രുലോചന പുനശ്ച സത്രമാവ്രജ്യ. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സത്രത്തിലേക്ക്, സരസ്വതി നദീ തീരത്തിലേക്ക് എത്തിയത് എന്നാണ് കഥ. എന്താ, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ബ്രഹ്മാവിനോടും ഒന്നും മറുപടി പറഞ്ഞില്ല, മഹാദേവനോടും ഒന്നും പറഞ്ഞില്ല, വിഷ്ണുവിനോടും ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് കിട്ടിയ അനുഭവം ഇവിടെ വന്ന് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് മഹർഷിമാര് തീരുമാനിച്ചു, വിസ്മിത മുക്ത സംശയാഹ, അവർക്ക് അത്ഭുതമായി, അവരുടെ സംശയമൊക്കെ തീർന്നു. ഭൂയാം സംശ്രദ്ധ ദുർവിഷ്ണു യഥശാന്തി യഥോ ഭയം. അതാണ് ഈ ശാന്തി, ഈ ക്ഷമ ഉള്ളിടത്താണ് നമുക്ക് അഭയം എന്ന് മഹർഷിമാര് തീരുമാനിച്ചു എന്നാണ്. ഇത് കാണിക്കണ കഥയാണ്, ഇതിനെ വ്യക്താക്കണ കഥയാണ് സന്താന ഗോപാലം. ഈ കഥ പറഞ്ഞു കഴിഞ്ഞ ഉടനെയാണ് പിന്നെ ശ്രീശുക ബ്രഹ്മർഷി സന്താന ഗോപാലം കഥ പറയണത്. വളരെ പ്രസിദ്ധാണ് ഭഗവാന്റെ കഥകളുടെ മാഹാത്മ്യം. അതെത്ര പറഞ്ഞാലും തീരാത്തതുമാണ്. ആർക്കാ പറ്റിയ? നമ്മൾ ഇത്രയും പ്രാവശ്യം നമ്മൾ ഈ വക കഥകൾ കേട്ടിട്ടും ഭഗവാനിൽ ആ ഒരു അടിയുറച്ച വിശ്വാസം, ആ ഒരു പ്രേമഭാവം നമുക്ക് വരാൻ ഈ ഭഗവതി തന്നെ നമ്മളെ അനുഗ്രഹിക്കണം. ാണ് ദുർഗാ ഭഗവതിയെ താൻ പകരമായി കൊടുക്കായിൽ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ എന്നാണ് ഭക്തശിരോമണി വാഴകുന്നം പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ രത്നത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണവരാ. ഈ നീലരത്നം നമ്മളുടെ മാറത്ത് നമുക്ക് ധരിക്കാറാവണം എന്നുണ്ടെങ്കിൽ ഈ ഭഗവതിയുടെ അനുഗ്രഹം വേണം എന്നാണ്. അപ്പൊ ആ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് നമസ്കരിക്കുമ്പോ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതാണ് ഗോപസ്ത്രീകള് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവതിയെയാണ് ഭജിക്കേണ്ടത് എന്ന് പറയുന്നു ബ്രാഹ്മണൻ. അത് നമുക്ക് അസലായിട്ട് കാണിച്ചു തന്നു സന്താന ഗോപാലത്തിലെ ബ്രാഹ്മണൻ. ഏകജാദ്വാരവത്യാം തു വിപ്രപത്ന്യാ കുമാരക ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത എന്നാണ്. ഒരത്ഭുതം കേൾക്കണ്ടേ മഹാരാജാവേ എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവിനോട് ചോദിക്കണത്. എന്താ അത്? ദ്വാരകയില് ഒരു ബ്രാഹ്മണന്റെ ഉണ്ണി മരിച്ചു. അങ്ങനെ വയ്ക്കുവോ? മരിച്ച എന്നോ മരിച്ചിട്ട്, ഇന്നും വലിയൊന്നുമല്ല, എന്നോ മരിച്ചിട്ട് യമലോകത്ത് പോയിരിക്കണതായിട്ടുള്ള ഗുരുപുത്രനെയാണ് ഭഗവാൻ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ദ്വാരകയില് അതാണ് മമാരഖില ഭാരത എന്ന് പറയാൻ കാരണം. സജ്ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിച്ചൂത്രേ എന്നാണ് അർത്ഥം. ഓ, എന്താ കാരണം കേട്ടോളൂ എന്നാണ്. പെട്ടെന്ന് കഥയുടെ അർത്ഥം പറഞ്ഞ, ഫലം പറഞ്ഞ പിന്നെ കഥയ്ക്ക് രസമുണ്ടാവും. ബ്രാഹ്മണന് ഉണ്ണി ഉണ്ടായി, മരിച്ചു. ബ്രാഹ്മണന് ഒരു സംശയമൊന്നും ഉണ്ടായില്ല. ആ ഉണ്ണിയുടെ ശവടുത്ത് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച്, ഭഗവാന്റെ തിരുമുമ്പിൽ കൊണ്ടുപോയി വെച്ച് കുറെ ദുഃഖം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്താ ബ്രാഹ്മണൻ ചെയ്യുക? ഓരോരുത്തരുടെ പ്രാരബ്ധം ഓരോ തരത്തിലല്ലേ, ആയുസ് ഉണ്ടാവില്ല. ഇപ്പൊ എന്താ കാണിക്കണേ? ഞാൻ വിചാരിച്ച ഒരു നിവൃത്തിയില്ല ബ്രാഹ്മണൻ. ശരി, ഭഗവാൻ പറഞ്ഞ മറുപടിയൊക്കെ കേട്ട് ബ്രാഹ്മണൻ ശവം എടുത്ത് യാത്രയായി. രണ്ടാമത് ഉണ്ണി ഉണ്ടായി, ആ ഉണ്ണി മരിച്ചു. ഇവിടെ തന്നെ വന്നു ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ മുമ്പിൽ വെച്ചു. കൊറേ ആവലാതി പറഞ്ഞു. അങ്ങനെ 2, 3 ഒക്കെ ആയപ്പോ ഭഗവാൻ നല്ലോണം ആശ്വസിപ്പിക്കും. കുറച്ചു കഴിഞ്ഞപ്പോ ഉണ്ണി ഉണ്ടാവില്ല, പിന്നെയും ഉണ്ണി ഉണ്ടാകും, പിന്നെയും മരിക്കും. അപ്പൊ എന്തായി? ഭഗവാൻ ബ്രാഹ്മണൻ വരുന്നുണ്ടാ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. പിന്നെ അത്ര ശ്രദ്ധിക്കില്ല. കാരണം പറയാനുള്ളത് എന്താന്ന് വ്യക്തമായി, തനിക്ക് പറയാനുള്ളത് എന്താന്ന് ഭഗവാൻ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തായി? താം ഗാധാം സമഗായത എന്നാണ് ഭാഗവത്തിലെ വാക്ക്. അങ്ങനല്ലേ? നമുക്കൊക്കെ തേവരെ തൊഴാമെന്നാ ചില ശ്ലോകങ്ങൾ ചെല്ലുക ഒരു പതിവുണ്ടാവും. ഭഗവതിക്കറിയാതെ ഭഗവതി അത് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കും. ഇതേപോലെ ഭഗവാനും താം ഗാധാം സമഗായത, ബ്രാഹ്മണന്റെ ആ പാട്ട് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നു എന്നാണ്. എല്ലാവരും ഭഗവാൻ ഉത്തരം പറയാത്ത കാര്യത്തിന്
നമ്മളെങ്ങനെയാ ഉത്തരം പറയണത്? സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എല്ലാവരും ഉണ്ട് അടുത്ത്. അവരാരും ഒന്നും പറയില്ല, ഭഗവാനൊന്നും മിണ്ടണില്ല. പിന്നെ എന്താ ചെയ്യാ? ഭഗവാനോടാണ് ദുഃഖം പറയണത്. അത് കഴിഞ്ഞ് ഇങ്ങനത് തുടർന്നുകൊണ്ടിരുന്നു. 9ാമത്തെ ഉണ്ണിയെ കൊണ്ടുവന്നപ്പോഴോ അപ്പോഴേക്ക് എന്തായി? ആവലാതി പറയലൊന്നുമില്ല, ശകാരായി. ഇങ്ങനെയുള്ള അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാര് ഭരിച്ചിട്ടാണ് എനിക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരണത്. ഒരു രാജാവ് രാജ്യം ഭരിക്കണത് ധാർമ്മികമായിട്ട് വേണം. രാജാവ് അധർമ്മത്തിൽപ്പെട്ടാൽ പ്രജകൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഞാനൊരു പാപം ചെയ്തിട്ടല്ല ഞാൻ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരണത്. ബ്രാഹ്മണന് നല്ല ഉറപ്പാ, അതാണ് തൻ്റെ ഒരു തെറ്റില്ല എന്ന് ബ്രാഹ്മണന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഭഗവാനെ ശകാരിച്ചത്. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ. ഭഗവാന് പറ്റും, ഭഗവാൻ വിചാരിച്ചാൽ തന്റെ പുത്രനെ ജീവനോടെ തരാൻ പറ്റും എന്നുള്ള വിശ്വാസാണ് ബ്രാഹ്മണനെ ശകാരിപ്പിച്ചത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കണ മാതിരി തോന്നിവാസം പറയലല്ലാതെ. അതുകൊണ്ട് അതാണ് ഭഗവാനും പിന്നെയും 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 പരീക്ഷിക്കുകയായിരുന്നു. 9 ഉണ്ണികൾ മരിച്ചിട്ടും ബ്രാഹ്മണന് വഴി മാറിയില്ല എന്നാണ്. പിന്നെയും ആ ഉണ്ണിയെടുത്ത് ഭഗവാന്റെ മുമ്പിൽ തന്നെ വന്നു ബ്രാഹ്മണൻ. നോക്കൂ വിശ്വാസം. നമ്മളാണെങ്കിലോ ഒരു മിനിറ്റ് ആലോചിച്ചാൽ നമുക്കറിയാം നമുക്ക് എത്രണ്ട് വിശ്വാസമുണ്ട്, നമുക്ക് എത്രണ്ട് ഭക്തി ഉണ്ട് എന്നുള്ളത് തീരുമാനമാകും. പക്ഷെ ഒരേ സമയമാണ് ഭഗവാൻ പലരെയും അനുഗ്രഹിക്കണത്. ആ സഭയില് അർജുനൻ വന്നിണ്ടായിരുന്നു. അർജുനൻ അങ്ങോട്ട് കേട്ടപ്പോ എല്ലാവരും 4 പുറമൊന്ന് നോക്കി, ആരും ഇളകണില്ല. ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയ വീരന്മാരെ നിറഞ്ഞിരിക്കണതായിട്ടുള്ള സഭയിൽ വന്ന് മാറത്തടിച്ചങ്ങനെ കരയേ. ആർക്കാ അതിന്റെ പാപം? ഈ ഇരിക്കണ ക്ഷത്രിയന്മാർക്കാണ്. അതാണ് ആരുടെ രാജ്യത്തിലാണോ അധർമ്മം നിലനിർത്തണത്, ജനങ്ങളുടെ പ്രജകളുടെ ദുഃഖം തീർക്കണത്, അവർക്കേ ആ നേർവഴിയുള്ളൂ, അവർക്കേ സൽഗതി ഉള്ളൂ എന്നാണ്. അപ്പൊ ഇവരാരും ശ്രദ്ധിക്കണില്ലെങ്കിൽ താൻ അത് കണ്ടിരിക്കാൻ നിവൃത്തിയില്ല തനിക്ക് എന്നുള്ള നിലയ്ക്കാണ് ബ്രാഹ്മണൻ എണീട്ട് കൈ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തിനാ കരയണത്? ബ്രാഹ്മണൻ അത്ഭുതായി. അർജുനൻ വന്ന് കൈ പിടിച്ചപ്പോ പറഞ്ഞു, ഇതാണ് എന്റെ 9ാമത്തെ ഉണ്ണിയാണ് മരിച്ചു പോണത്. ആരും എനിക്കൊരു നല്ല വഴി കാണിച്ചു തന്നിട്ടില്ല, എന്റെ ഉണ്ണിയെ ജീവിപ്പിച്ച് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണൻ പറയാണ്, അതിന് ഇവിടെ ഇരിക്കണവരൊന്നും ക്ഷത്രിയരല്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇനി അങ്ങയ്ക്ക് ഉണ്ണി ഉണ്ടായാൽ ഞാന് ആ ഉണ്ണിയെ ജീവിപ്പിച്ചു തരും. ബ്രാഹ്മണൻ ഒന്ന് ചിരിച്ചു. ശ്രീകൃഷ്ണനും സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനംബര അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുമന്തിയൽ. അവർക്കൊക്കെ സാധിക്കാത്ത കാര്യം ഇനി അങ്ങ് സാധിക്കാൻ പോണത്. ബ്രാഹ്മണന് നല്ല വിശ്വാസമുണ്ട്. പറഞ്ഞു, അവരാരും അല്ല ഞാൻ. അർജുനന് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനനാണ്. എന്റെ കയ്യിലുള്ള ഈ വില്ല് കണ്ടുവോ, ഗാണ്ഡീവം, ഇത് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ അങ്ങയുടെ ഉണ്ണിയെ രക്ഷിച്ചിരിക്കും. എന്താ ഉറപ്പ് ചോദിച്ചു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ കൈ പിടിച്ച് അർജുനൻ സത്യം ചെയ്തു, രക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അർജുനൻ എന്നൊരാൾ ഈ ഭൂമിയിൽ ജീവിക്കണ്ട, ഞാൻ തീയിൽ ചാടി ശരീരം ദഹിപ്പിച്ചിരിക്കും. ബ്രാഹ്മണൻ അത്ഭുതമായി. ഇത് കളിയല്ല എന്ന് മനസ്സിലായി. ശരി, എന്നാൽ നമുക്ക് പിന്നെ കാണാം. ഇനി പത്നി ഗർഭം ധരിച്ചാൽ ഞാൻ വന്ന് വിവരം പറയാം. ഇവിടെ ഉണ്ടാവൂലോ? ഉണ്ടാവൂ. ഇനി അങ്ങയുടെ പത്നി ഗർഭം ധരിച്ചാൽ അങ്ങയുടെ ഉണ്ണിയെ രക്ഷിച്ചിട്ട് അർജുനൻ ദ്വാരകയെന്ന് പോവുള്ളൂ. ശരി, അവിടുന്ന് അങ്ങോട്ട് പോയി. ആ പ്രാവശ്യം അദ്ദേഹത്തിന് ആ ശവശരീരം എടുത്ത് പോകുമ്പോ വളരെ സന്തോഷായിരുന്നു എന്നാണ് ബ്രാഹ്മണ പത്നിയെ ആശ്വസിപ്പിച്ചു. പത്നി ഗർഭിണിയായി വന്ന് വിവരം പറഞ്ഞു. ഭഗവാൻ ചോദിക്കും, എന്താ അർജുന, എന്താ ബ്രാഹ്മണൻ വന്ന് എന്തോ വർത്തമാനം പറയുന്നുണ്ടല്ലോ, എന്താ വിശേഷം? ഒന്നുമില്ല. എല്ലാറ്റിനും സമയം വരും, ഭഗവാനും അറിയാം. അത് കഴിഞ്ഞ് പ്രസവിക്കാറായി എന്ന് കണ്ടപ്പോ ബ്രാഹ്മണൻ വന്നു. അർജുനൻ ഒപ്പം പോയി ശരകൂടം അങ്ങോട്ട് കെട്ടി. അതിന്റെ ഉള്ളിലാ പ്രസവം. ഏത് ധർമ്മരാജാവാച്ച അങ്ങോട്ട് വരട്ടെ എന്നാണ് അർജുനന്റെ. തന്റെ സമ്മതം ഇല്ലാണ്ട്
ഒരു ധർമ്മരാജാവും ഇതിന്റെ ഉള്ളിലേക്ക് കടക്കില്ല. വായു ഭഗവാൻ കൂടി കടക്കില്ല. എന്നിട്ട് വേണ്ടേ? അതും ശരിയായി. എന്താ? ഉണ്ണിയെ പ്രസവിച്ചു, ഉണ്ണി കരഞ്ഞു, എല്ലാവരും ചിരിച്ചു. പക്ഷെ ഉടനെ എല്ലാവരും കരഞ്ഞു. എന്താ? ഉണ്ണി മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നു പോണതേ കണ്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് മുകളിലേക്ക് ഉയർന്നു പോയാ മുകളിൽ മുട്ടില്ലേ? എങ്ങനെയാ പുറത്തേക്ക് പോവുക? അതൊന്നും ചോദ്യമില്ല. ഉണ്ണി മുകളിലേക്ക് ഉയർന്നു പോണതാ കണ്ടത്. പിന്നെ ഉണ്ണിയെ കണ്ടിട്ടില്ല. ബ്രാഹ്മണന് ഈ വക വേദാന്തവും സൂത്രവും ഒന്നും ആലോചിക്കണ്ട. ഉണ്ണി നഷ്ടപ്പെട്ടുവോ? അതേ ബ്രാഹ്മണന് നോക്കണ്ടു. വന്നങ്ങട്ട് ശകാര വർഷം. അർജുന, ഭഗവാനെ വിട്ട് ഞാൻ എന്നെ വിശ്വസിച്ചില്ലേ, അപ്പൊ എന്നെ പറയണം, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് നീ പണ്ടൊരു വേഷം എടുത്ത് നടന്നില്ലേ, ബൃഹന്നളയായിട്ട് ആണും പെണ്ണും അല്ലാണ്ട് ഒരു വേഷം കെട്ടി ഉണ്ടായില്ലോ. ആ വേഷത്തിൽ നടക്കുക നിനക്ക് നല്ലത്. ഈ പറഞ്ഞ ഈ വില്ലൊക്കെ ഉപേക്ഷിച്ചോളാൻ പറഞ്ഞു അർജുനോട്. അങ്ങനെ കേട്ടു. എവിടേക്കാ ഉണ്ണി പോയത് അറിയില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഉണ്ണി. പിന്നെയല്ലേ എന്നാലും പോവാൻ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. നരകത്തിൽ പോയി ധർമ്മരാജാവിനെ കണ്ടു, ഇവിടേക്ക് വന്നിട്ടില്ല. സ്വർഗത്തിൽ പോയി, തന്റെ അച്ഛനാ അവിടെ ഉള്ളത്. ദേവേന്ദ്രൻ ചോദിക്കുന്നു, അവിടെ ഭഗവാനില്ലേ? ഭഗവാനോട് അന്വേഷിക്കായിരുന്നില്ലേ എന്താ ഉണ്ടായതെന്ന്? അതിന് കുറച്ച് അഭിമാനം കളയണം. അതിന് അർജുനനും തയ്യാറില്ല. കാരണം പറയേണ്ടത് ആദ്യമായിരുന്നു. അന്ന് തന്റെ അഹങ്കാരാണ് മുൻപിട്ട് നിന്നത്. പിന്നെ അഹങ്കാരം മുഴുവൻ പറയാൻ പറ്റില്ല. ഈ ബ്രാഹ്മണൻ ഭഗവാനെ ഇത്രയും ശകാരിക്കണ കേട്ടപ്പോഴേ, എന്തിനാ ഭഗവാൻ ഈ ശകാരമൊക്കെ കേട്ട് ക്ഷമിച്ചിരിക്കണത്? ആ ബ്രാഹ്മണനെ അനുഗ്രഹിച്ചൂടെ? അങ്ങനെയുണ്ടൊരു വാശി അർജുനന്. ഏതായാലും അഷ്ടദിക്പാലന്മാരുടെ ലോകങ്ങളിലൊക്കെ അന്വേഷിച്ചു, എവിടെയില്ല. ശരി, ഇനി തനിക്ക് പോവാൻ ഒരു ലോകമില്ല, ഇനി തനിക്ക് മരിക്കാം എന്നങ്ങോട്ട് തീരുമാനമായി. നല്ല അഗ്നികുണ്ടും അങ്ങനെ ഉണ്ടാക്കി കുളിച്ച് നല്ലോണം അങ്ങനെ ഭസ്മം കുറിയിട്ട് തന്റെ ഇഷ്ടദേവതയായിട്ടുള്ള മഹാദേവനെ അങ്ങനെ ധ്യാനിച്ചു. ഇനി അങ്ങോട്ട് ശരീരം ഉപേക്ഷിക്കുകയായി. പ്രദക്ഷിണം വെക്കുമ്പോഴേ മഹാദേവനല്ല ഉള്ളിൽ വരണത്, ചിരിച്ചും കൊണ്ട് ഭഗവാനാ. അർജുന, നിനക്ക് എന്നോടൊരു അരവാക്ക് പറയായിരുന്നില്ലേ? ഞാൻ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തന്നിരിക്കണു എന്ന് ഭഗവാൻ അങ്ങനെ ചോദിക്കണ പോലെ. പക്ഷെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രദക്ഷിണം വെച്ച് ചാടുകയെന്നങ്ങോട്ട് വന്നപ്പോഴേക്ക് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങിയുള്ളൂ. പക്ഷെ അത് 2 കൈകൾക്കുള്ളിലേക്കാണ് അങ്ങോട്ട് പൊങ്ങിയത്. എന്തൊരു തണുപ്പാണ്, എന്തൊരു സുഗന്ധാണ് ആ കൈകൾക്ക്. അങ്ങനെ തന്റെ മാറോട് ഇങ്ങോട്ട് ചേർത്തു. പറയണ്ടേ അർജുന, എന്തിനാ നീ എന്നെ എങ്ങനെ വേദനിപ്പിക്കണത്? കുട്ടികളെ, ബ്രാഹ്മണ ബാലന്മാരെ ഒരാളെ കാണിക്കാന്നല്ലേ കൊടുക്കാന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കുട്ടികളെയും ഞാൻ തരാലോ അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് ദരിശയേ. രാമായണത്തിൽ പറയും, ഹനുമാൻ ശ്രീരാമന്റെ അടുത്ത് വന്നപ്പോ സീതയെ കണ്ടു എന്നല്ല പറഞ്ഞത്, കണ്ടു സീതയെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സമാധാനവും സന്തോഷവും കൊടുക്കുക. ആ വേണ്ട വാക്കുകള്, വേണ്ട അക്ഷരങ്ങള് ആദ്യം പറയാ. കണ്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. അതുപോലെയാണ് ഭഗവാൻ. ദർശയെ കാണിച്ചു തരാം അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി വന്നത്. അങ്ങനെ കെട്ടിപ്പിടിച്ച് എടുത്ത് തന്റെ തേരിലേക്ക് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ എങ്ങടാന്നുള്ളത് അർജുനന് അറിയില്ല, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സപ്തസാഗരങ്ങള്, സപ്തദ്വീപുകള് ഒക്കെ കഴിഞ്ഞ് അതങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ലോകാലോകം തഥാദീത്യ വിവേശസു മഹത്തമ. ലോകാലോക പർവ്വതമുണ്ട്, അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇരുട്ടായി അവിടെ എന്നാണ്. അർജുനൻ ഒന്ന് പേടിച്ചു. ആ വഴിയൊന്നും അത്ര ശീലമില്ല അർജുനന്. എങ്ങടാ പോണത് നിശ്ചല്യാണ്ടായി നോക്കി. ഭഗവാൻ അടുത്തില്ലേ? ഉണ്ട്. സമാധാനായി. ഭഗവാനോ അപ്പ കഴിഞ്ഞു. തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വര. അതാണ് ഭഗവാൻ. ഏത് തരത്തിലും
തന്റെ ഭക്തന്മാരെ ആനന്ദിപ്പിക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട്. സഹസ്രാദിത്യ സംകാശം സ്വചക്രം പ്രാഹിണോൽ പുരാ. ആ തന്റെ പ്രാഹിണോൽ പുര, ആ മുമ്പിൽ അപ്പോഴേക്ക് ഭഗവാന്റെ കയ്യിൽ നല്ലൊരു ടോർച്ചുണ്ട്. എന്താ അത്? സാക്ഷാൽ സുദർശനൻ ചക്രം. അതങ്ങോട്ട് പ്രത്യക്ഷായില്ലേ, പിന്നെ എന്താ അവിടെ ഒരു പ്രകാശം. കുറച്ചു ദൂരം കൂടി, കുറെ ദൂരം ഇരുട്ടിൽ കൂടി പോയി. ആ വെളിച്ചം കണ്ട് ആ പ്രകാശത്തിൽ കൂടിയിട്ട് സഹസ്രാദിത്യ സംകാശം നോക്കിയാ ആയിരക്കണക്കിന് സൂര്യൻ ഉദിച്ച പോലുള്ള പ്രകാശം. അതില് കുറച്ചു ദൂരം അങ്ങോട്ട് പോയപ്പോഴേക്ക് ആകെ മാറി. പിന്നെ എന്താ അതിമനോഹരായിട്ടുള്ള വൈകുണ്ഠ ലോകം. തതപ്രവിഷ്ട സലിലം നഭസ്വത ബലീയസൈജൽ ബൃഹദൂർമിഭൂഷണം തത്രാത്ഭുതം വൈഭവനം ദ്യുമത്തമം ഭ്രാജന്മണിസ്തംഭ സഹസ്രശോഭിതം. എത്ര മനോഹര വൈകുണ്ഠ ലോകം. പാൽ സമുദ്രം, എന്താ അതിന്റെ ഒരു സുഗന്ധവും ഒരു ഭംഗിയും. അങ്ങനെ തെരയടിക്കണു. അതിന്റെ നടുക്ക് അതിമനോഹരായിട്ടുള്ള വൈകുണ്ഠ ലോകം. തസ്മിൻ മഹാഭീമനന്തമത്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭി വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം. ആനന്ദന്റെ ഒരു ഭംഗി. 1000 ശിരസ്സുകള്, 2000 കണ്ണുകള്, അതേമാതിരിയാണല്ലോ 2000 നാവ്. അതാണ് അനന്തൻ. എന്തൊരു ഭംഗിയാണ്. ആ അനന്തന്റെ ആ ഫണങ്ങള് അങ്ങനെ വിടർത്തി നിൽക്കണു ഭഗവാന്റെ ശിരസിന്റെ മുകളില്. ആ അനന്തമത്തേമല് ഭഗവാൻ ഇരിക്കുകയാണ് എന്നാണ്. ദദൃശതൽഭോഗ സുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസം പ്രസന്നവക്ത്രം രുചിരായതക്ഷണം. അതിമനോഹരായിട്ടുള്ള ആ മന്ദസ്മിതം, ആ കടാക്ഷം, എന്താ ഒരു ഗാംഭീര്യം. കൃഷ്ണനെ കാണുമ്പോ ഒരു മനോഹാരിതയാ. അവിടെ അതല്ല, വൈകുണ്ഠമൂർത്തിയെ കാണുമ്പോ ഒരു ഗാംഭീര്യാണ്. ആ ശരീരത്തിന്റെ ആ വലുപ്പവും സ്വരൂപത്തിന്റെ വലുപ്പവും ആ മൊത്തം അങ്ങനെ കണ്ടാലുണ്ടല്ലോ, അനന്തമത്തേമ്പിൽ ഇങ്ങനെ ഇരിക്കണ കണ്ടാല് യാതൊരു സംശയവും ഇല്ലാണ്ട് അർജുനൻ അത്ഭുത സ്തബ്ധനായി തൊഴുതു വീണങ്ങനെ നമസ്കരിച്ചു. പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം. 8 കയ്യ. അങ്ങനെയൊക്കെയാണ് സജ്ജനങ്ങൾ പറയും. അപ്പോ ഭഗവാനെ കണ്ടപ്പോഴാണ് സ്വതേ കിടക്കുകയായിരുന്നു അത്രേ വൈകുണ്ഠമൂർത്തി. ഭഗവാനും അർജുനും കൂടി വരണ കണ്ടപ്പോ ഭഗവാനെ കണ്ടപ്പോഴാണ് അത്രേ വൈകുണ്ഠമൂർത്തി എണീട്ട് ഇരുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നാണ്, അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു എന്നാണ് കഥ. ഏതായാലും ആ വൈകുണ്ഠമൂർത്തി അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. ആ അഭിനയം ഒട്ടും തെറ്റണ്ട. അവിടുന്ന് വലിയ ആള്, ഞാൻ പാവം, അതാണല്ലോ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കല്ലേ. ആ നാട്യത്തിന് ഒരു കുറവ് വരണ്ട. അവന്റെ ആത്മാനവനന്തമച്യുതോ. ഭഗവാൻ തൊഴുതു. അർജുനോട് പറഞ്ഞു നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. അർജുനൻ വീണ് നമസ്കരിച്ചു. മഹാവിഷ്ണു ആ തന്റെ ഗൗരവം വിടാണ്ട പറഞ്ഞു എന്നാണ്, ഞാനാണ് കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണത്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ. ആ ഭൂമിയില് ധർമ്മമൊക്കെ നിലനിർത്തി ആ ദുഷ്ടന്മാരെയൊക്കെ ഇല്ലാതാക്കി ആ സമയോചിതം നിങ്ങൾ തിരിച്ചു വരൂ. അതൊന്ന് നിങ്ങളെ കണ്ട് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഒന്ന് കാണാനാണ് കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ വളരെ ഗാംഭീര്യമായ സ്വരത്തിൽ പറഞ്ഞ ആ രംഗം ഭംഗിയാക്കി വൈകുണ്ഠമൂർത്തി. ഭഗവാൻ പറഞ്ഞു അർജുനോട്, ആ കുട്ടികളെയൊക്കെ കൂട്ടിക്കോളൂ, വിളിച്ചോളൂ, അവര് വരൂ. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ട്. പരമസുഖാണ് അവിടെ. ആ കുട്ടികൾക്ക് എല്ലാവരും അവിടെ ഉണ്ട് എന്നാണ് കഥ. അപ്പൊ 10ാമത്തെ ഉണ്ണി, 10 ഉണ്ണികളും അവിടെ ഉണ്ട്. ആ ചെറിയ ഉണ്ണി, ആ ഉണ്ണിക്ക് അത്രയല്ലേ ആയിട്ടുള്ളൂ, ഭൂമിദേവിയുടെ കയ്യിലാ. പിന്നത്തെ ആള് മഹാലക്ഷ്മിയുടെ കയ്യിലും. പിന്നുള്ളവരൊക്കെ അവിടെ കളിച്ചു നടക്കുക. പരമസുഖം. വേഗം ഭഗവാൻ ചെന്ന് വിളിച്ചപ്പോഴാണ് അവർക്കൊക്കെ വന്ന മനസ്സ് തിരിക്കാൻ ഭഗവാനല്ലേ പറ്റുള്ളൂ. അതാണ് ദേവകിക്ക് കുട്ടികളെ കൊടുത്തപ്പോഴും അതെ, അവരുടെ മനസ്സ് മാറ്റി. ദേവകി വസുദേവന്മാരാണ് അവരുടെ അച്ഛനമ്മമാര്.
എന്നൊരു നിമിഷം കൊണ്ട് അങ്ങോട്ട് തോന്നിച്ചില്ലേ? അതുപോലെ ഇവർക്കും തോന്നി, എവിടെയാ ഞങ്ങളുടെ അച്ഛനമ്മമാര് കാണിച്ചു തരൂ എന്ന് പറയാറായി അവർക്കും. അവരെയും കൊണ്ട് ആ ചെറിയ ഉണ്ണിയെ മടിയിൽ വെച്ച ഭഗവാനാണ് തേര് തെളിക്കാൻ. ഭഗവാൻ അർജുനോട് പറഞ്ഞു, പേടിക്കണ്ട, ഇതൊക്കെ എനിക്ക് നല്ല ശീലാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ചെറിയ 2 കുട്ടികളെയും അടുത്തിരുത്തിക്കൊണ്ടാണ് ഭഗവാൻ തേര് തെളിച്ച ദ്വാരകയിൽ വന്ന് ബ്രാഹ്മണന്റെ ഗൃഹത്തിന്റെ മുമ്പില് തേര് നിർത്തി. എന്നിട്ട് ആദ്യം ഭഗവാൻ അതിൽ ഇറങ്ങി ആ ഉണ്ണിയെ അർജുനന്റെ കയ്യിൽ കൊടുത്തു. അർജുന, സത്യം ചെയ്തതല്ലേ, ഈ ഉണ്ണിയെ ആദ്യം കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് ബ്രാഹ്മണനോടും ബ്രാഹ്മണ പത്നിയോടും അവിടെ ഇരിക്കാൻ പറഞ്ഞ കയ്യിൽ ഉണ്ണിയെ അങ്ങോട്ട് കൊടുത്തപ്പോ ബ്രാഹ്മണനുണ്ടായ ഒരു സന്തോഷം, അത്ഭുതം, ഇതെങ്ങനെയാ നമ്മൾ പറയുക? മരിച്ചു പോയത് ബ്രാഹ്മണൻ കണ്ടതാ. എങ്ങടാ പോയത്, എന്താണ് എന്ന് മനസ്സിലാവാണ്ട് അർജുനെ ഒരുപാട് ശകാരിച്ചതാ. ആ ഉണ്ണിയെ കയ്യിൽ അങ്ങോട്ട് കൊണ്ടു തന്നപ്പോഴത്തെ സന്തോഷം, അത്ഭുതം. എവിടുന്നാ അർജുന ഇപ്പൊ ഉണ്ണിയെ കിട്ടിയത് എന്ന് ചോദിക്കാണ്ടിരിക്കുവോ? അർജുന ഒരക്ഷരം അങ്ങനെ പറയാനില്ല. കാരണം തനിക്ക് ഉണ്ണിയെ കിട്ടിയിട്ടില്ല, ഭഗവാനാണ് കിട്ടിയിരിക്കുന്നത്, ഭഗവാന്റെയാണ് ഉണ്ണി. അർജുനൻ തിരിച്ചു വന്നു, 9ാമത്തെ ഉണ്ണിയെ കൊടുത്തു, പിന്നെ 8ാമത്തെ ഉണ്ണിയെ കൊടുത്തു. ബ്രാഹ്മണനെ എണീക്കാൻ നേരമില്ല, ഓരോരോ ഉണ്ണികളെ ഇങ്ങനെ വാങ്ങുക. എന്തോരാൾ നമുക്ക് കഥകളിയിൽ പോലെ കൂടിയാണെങ്കിലും ആ രംഗം ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ എന്തെന്നില്ലാത്ത ഒരു ഭാവം നമുക്ക് വരാണ്ട വയ്യ. ഒരാളെയല്ല, 10 ഉണ്ണികളെയാണ് ഇങ്ങനെ. അതോ ഉണ്ണി അങ്ങോട്ട് കൊടുത്ത് ബ്രാഹ്മണൻ വീണ അങ്ങോട്ട് നമസ്കരിച്ച, അല്ല അർജുനൻ വീണ അങ്ങനെ നമസ്കരിച്ച ബ്രാഹ്മണൻ കണ്ണുനീര് ഒഴുകിക്കൊണ്ട് നല്ലോണം അനുഗ്രഹിക്കും. അർജുനൊന്നും പറയാം, അർജുന ക്ഷമിക്കണേ ക്ഷമിക്കണേ, ഞാൻ എന്നെ എത്രയാ ശകാരിച്ചത്, ക്ഷമിക്കണേ, അറിയാണ്ട പറഞ്ഞു പോയതാണ്, ദുഃഖം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഒന്നും അർജുനെ പറയാനില്ല. വന്നു ഭഗവാൻ അടുത്ത ഉണ്ണിയെ കൊടുത്തു. ഇങ്ങനെ 10 പ്രാവശ്യം ബ്രാഹ്മണന്റെ അനുഗ്രഹം മേടിച്ചു കൊടുത്ത് പിന്നെയാണ് ആ സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ബ്രാഹ്മണന്റെ മുമ്പിൽ അങ്ങനെ വന്ന് വീണങ്ങനെ നമസ്കരിച്ചത്. എന്താ ബ്രാഹ്മണൻ പറയുക? അപ്പോ ഇങ്ങനെ ഭഗവാൻ അവിടെ ഒരു വാക്കുണ്ട്, ബ്രാഹ്മണൻ അങ്ങ് എന്നോട് കുറെ പരിഭവം പറഞ്ഞു, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല. കാരണം ആ കുട്ടികളെ, അങ്ങയുടെ മരിച്ചു പോണ കുട്ടികളെ എങ്ങനെയാ കൊണ്ടു തരേണ്ടത്, എങ്ങനെയാ തരേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നെ പോലെ അല്ല അർജുനൻ, ഇരുത്തുള്ള ആളാ. ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ അത് സാധിപ്പിച്ചേ ഇരിക്കൂ. പറഞ്ഞില്ലേ, അങ്ങേക്ക് ഉണ്ണിയെ തന്നിട്ടില്ലെങ്കിൽ മരിക്കുന്ന. അപ്പൊ അത് സാധിപ്പിച്ചു കൊടുക്കണ ആളാ. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ടിരുന്നത്. ക്ഷമിക്കണേ. ഭഗവാന്റെ വാക്ക് ഇതിലധികം നന്നായിട്ട് അഭിനയിക്കാൻ പറ്റൂ? ഇതാണ് ഭഗവാൻ. അതാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് ഭട്ടതിരി പാട് പറഞ്ഞതും. കാണുമ്പോ മനസ്സിലാവില്ല ഭഗവാനെ. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ മാധുര്യം അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് അർജുനൻ അനുഭവിച്ചറിഞ്ഞു. എന്ത്? യൽകിഞ്ചൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെയാണ്, ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്ന് അർജുനനും കൂടി മനസ്സിലായെങ്കിൽ പിന്നെ നമ്മള് എന്താ പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല, നമ്മളുടേതായിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണില്ലേ? അഹം ഹി സർവഭൂതാനാം ആദിരന്തോന്തരം എന്ന് പറയണില്ലേ ഭഗവാൻ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ എന്നൊക്കെ അഹങ്കരിക്കണതിന് എന്താ അർത്ഥമുള്ളത്? സന്താന ഗോപാലം നമ്മളെ പഠിപ്പിക്കണു. അതുകൊണ്ട് ആ ഒരു ഭാവം ഭഗവാനില് യൽകിഞ്ചിൽ പൗരുഷം പുംസം മേനേ കൃഷ്ണാനുകമ്പിതം. ആ ഭഗവാന്റെ അനുകമ്പ, ആ അനുഗ്രഹം, ആ കാരുണ്യം നമ്മളിലൊക്കെ എപ്പോഴും ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
ആ കാരുണ്യം ഭഗവാൻ ഉണ്ടാവാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.